പൂരക്കാല കിഴിവുമായി ലക്ഷ്മി സിൽക്സ് താളം തിയേറ്ററിന് സമീപം ഒട്ടുപാറ. സാരികൾ, ഉടുപ്പുകൾ, ബനിയൻ സെറ്റുകൾ, ജെൻ ഷർട്ട് എന്നിവ 100 രൂപ മുതൽ. ടോപ്പുകൾ 50 രൂപയ്ക്ക്. ലേഡീസ് പാന്റീസ് 100 രൂപയ്ക്ക് 3 എണ്ണം. ജെൻസ് ബ്രീഫ് 100 രൂപയ്ക്ക് 2 എണ്ണം. അടിപ്പാവാട 90 രൂപ മുതൽ. അക്കോയ് മുതലായ ഷർട്ടുകൾ 20% മുതൽ 30% വരെ ഡിസ്കൗണ്ട്. കൂടാതെ എല്ലാത്തരം യൂണിഫോമുകളും ഇവിടെ ലഭിക്കുന്നു. ലക്ഷ്മി സിൽക്സ് താളം തിയേറ്ററിന് സമീപം ഒട്ടുപാറ. വടക്കാഞ്ചേരിയിൽ ഉറങ്ങിക്കിടന്ന യുവാവിന് കുത്തേറ്റു. പണം പലിശയ്ക്ക് കൊടുത്തതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. തെക്കുംകര പഞ്ചായത്തിലെ വിരോലിപ്പാടം മുള സ്വദേശി പതപ്പാമറ്റത്തിൽ 37 വയസ്സുള്ള ജിജോ വർഗീസിനാണ് കുത്തേറ്റത്. പ്രതിയായ ചെന്നിക്കര 50 വയസ്സുള്ള പ്രദീപനാണ് കഴിഞ്ഞ ദിവസം ചൂട് സഹിക്കാത്തതിനെ തുടർന്ന് വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങിയ ജിജോയെ രാത്രി 8:30 ബൈക്കിലെത്തി കുത്തിയത്. പിടിച്ചു മാറ്റാൻ ചെന്ന പിതാവ് വർഗീസിനും കുത്തേറ്റിട്ടുണ്ട്. ജിജോ വർഗീസ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. 1 വർഷം മുമ്പ് പ്രദീപന്റെ കയ്യിൽ നിന്നും 30,000 രൂപ ജിജോ വർഗീസ് പലിശയ്ക്ക് കടമെടുത്തിരുന്നു. പൈസ തിരികെ നൽകാത്തതായും പറയുന്നു. പിന്നെ ഓരോ കാരണങ്ങളും നിർത്തി ശല്യം ചെയ്യുന്ന അവസ്ഥയായപ്പോൾ ജിജോ വിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രദീപിന്റെ വികലാംഗിയായ ഭാര്യയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന ഭീഷണിയെ തുടർന്ന് ജിജോ വർഗീസിന്റെ പിതാവ് പലപ്പോഴായി 5 ലക്ഷത്തോളം രൂപ പ്രദീപിന് നൽകിയതായും പറയുന്നു. സമീപത്തുള്ളവർ ഉത്സവത്തിന് പോയ തക്കം നോക്കിയും പോലീസ് പരാതി നൽകിയതിലുള്ള വൈരാഗ്യവുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കത്തിക്കുത്തിന് പ്രകോപനമെന്നാണ് പറയുന്നത്. അവിടെ അപ്പം ഞാൻ അറിഞ്ഞു ഓടുകയല്ല, വീണ് കഴിഞ്ഞാൽ എനിക്ക് വേഗം ഓടുക. അന്നേരം ഹെൽമെറ്റ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിരുന്നു. എനിക്ക് തട്ടിയിട്ട് ഓടാൻ പറ്റില്ല. ഞാൻ ആരെങ്കിലും വിളിക്കാം, റോഡിൽ നിന്നൊക്കെ വിളിച്ചു. ഇവിടെയൊക്കെ ആരുമില്ല, എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് ആരുമില്ല, കണ്ണം പോലും ഇല്ല ഇവിടെ. പിന്നെ കാര്യം അവർ ഉള്ളിലെ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കില്ല. അങ്ങനെയാണ് റോഡെ ഇറങ്ങി ഓടുക ചെയ്തത്. അത് ചെന്ന് ചുണ്ടക്കാട്ട് കാര്യമില്ല, ഷാജുമില്ലായിരുന്നു, സാൻഡി മാത്രം. എന്നിട്ട് അപ്പോഴാണ് ജോബി ഉണ്ടായിരുന്നു. ജോബി ബൈക്കിന് മിനിറ്റ് വെച്ച് ഇവിടെ എത്തിയപ്പോൾ അവൻ കാരണം കഷ്ടത്തിലേക്ക് പോകാൻ പറ്റി. അങ്ങനെ പറഞ്ഞു. ഞാൻ നടന്നെത്തിയപ്പോഴേക്കും ജോബി ഇവിടെ വരുമ്പോൾ അത് അവിടെ ആരെയും കാണില്ല. ഇവൻ കിടക്കുന്നുണ്ട്. ഇവർ റോട്ടിലാണ് കിടന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് EM ശശി തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു.